സ്വാമി, ഉം. ഒരു കഥ പറയട്ടെ. ഒരിടത്തൊരു ഗുരുവും ശിഷ്യനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരുടെ പരമ്പരയുടെ ഒരു ശബ്ദമുണ്ടേ. ഉം. ഈ ഗുരുവിൻ്റെ ശിഷ്യൻ്റെയൊക്കെ അവർ സ്ത്രീകളെ സ്പർശിക്കത്തില്ല. ഉം. അപ്പോൾ ഈ ശിഷ്യനോടും ഗുരു പറയും, നമ്മുടെ പരമ്പരയുടെ ശബ്ദമാണ്, സ്ത്രീകളെ നമ്മൾ സ്പർശിക്കാറില്ല. അപ്പം നീയും ആ ശബ്ദം എടുക്കണമെന്ന് പറയും. അപ്പം ഈ ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാ നമിച്ചുകൊണ്ട് ഈ ശിഷ്യനും ആ ശബ്ദം എടുക്കും. ഉം. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ഈ കാട്ടിലൂടെ നടക്കുക. ഈ കാട്ടിലൂടെ നടന്നിങ്ങനെ ഭയങ്കര ക്രൂര മൃഗങ്ങളും ഒക്കെ ഉള്ള ഭയങ്കര ദുർഘടം പിടിച്ചൊരു കാട്ട് വഴിയാണ്. ഉം. അതിങ്ങനെ കടന്ന് ചെന്നിട്ട് ഒരു അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാട്ടരുവി വരും. അത് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർക്ക് ക്രോസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ വരും. അവർ ചോദിക്കും, എന്നെ ഈ കാട്ടരുവി ഒന്ന് കടക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കും. ഉം. അപ്പം സ്ത്രീകളെ തൊടാൻ പാടില്ല. ഉം. അപ്പം ഈ ശിഷ്യനുണ്ടല്ലോ, ഉം. ഇങ്ങനെ ഒരു മടിച്ച് ഞാൻ ചെയ്യത്തില്ലെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഗുരു പെട്ടെന്ന് തന്നെ ഇവരെ എടുത്ത് തോളത്ത് കയറ്റിയിട്ട് ഈ കാട്ടരുവി മുറിച്ച് കടന്നിട്ട് അപ്പുറത്ത് ചെന്നിട്ട് ഇറക്കും. ഉം. ശിഷ്യൻ ഇത് കണ്ട ഈടാന്നായി പോകും. ഉം. എന്നിട്ട് ശിഷ്യനും പുറകെ പെട്ടെന്ന് നീന്തി അപ്പുറം ചെന്നിട്ട് ഇങ്ങനെ ശിഷ്യൻ ഇങ്ങനെ നിൽക്കും. ഉം. അപ്പോൾ ഈ സ്ത്രീ ഇവരോട് നന്ദി പറയും. ഈ ശിഷ്യനെ ഒന്ന് പുച്ഛത്തോടെ നോക്കും. അവൻ സഹായിച്ചില്ലല്ലോ. ഉം. ഈ ഗുരുവിന് നന്ദി പറഞ്ഞ് ഗുരുവിന് ഭയങ്കര സന്തോഷം. ഇവരെ എടുത്തപ്പോൾ തൊട്ട് ഗുരുവിന് നല്ല സന്തോഷമാണ്. അവരെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇവർ പിന്നെയും നടക്കാൻ തുടങ്ങി. ഉം. ഈ ശിഷ്യൻ അന്നേരം തൊട്ട് ഈ ഗുരുവിനോട് ദേഷ്യമാണ്. ഉം. ഇയാൾ എന്നോട് കൊണ്ട് ശബ്ദവും ചെയ്യിപ്പിച്ച് ആ സ്ത്രീ വന്നപ്പോഴത്തേനും എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇയാൾ അങ്ങ് ഇറിറ്റേഷൻ കാണിക്കുക. ഉം. ഇയാൾ പറയുന്നതിന് മറുപടി ഇത്തിരി താമസിച്ച് കൊടുക്കും. തല അങ്ങോട്ട് ഇരിക്കും, ഇയാൾ ഇങ്ങോട്ട് നോക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് നോക്കും. എന്നിട്ട് എല്ലാത്തിനും ഒരുമാതിരി ഒരു ഇത് കാണിക്കുക, ഈർച്ചകേട് കാണിക്കുക. എന്നുകൊണ്ട് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുക. ഗുരുവിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. ഇവൻ്റെ ആ ദേഷ്യം ഗുരുവിനോട് കാണിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പം ചോദിക്കാനും പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗുരുവിന് ഇത് മനസ്സിലാവുന്നുണ്ട്, ഇവന് ഇത് ഈർച്ചകേടാണ്. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താണ് ശിഷ്യ നിന്റെ പ്രശ്നം, എന്ത് പറ്റി നിനക്ക്, നീ ഈ വിധത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നത്? അപ്പം അവൻ പറഞ്ഞു, ഗുരുവല്ലേ പറഞ്ഞത് സ്ത്രീകളെ നമ്മൾ സ്പർശിക്കില്ലെന്ന് ശപഥം ചെയ്തെന്ന്. എന്നിട്ട് ആ സ്ത്രീ ഒരു സഹായം ചോദിച്ചപ്പോൾ അപ്പം തന്നെ അവരെ എടുത്ത് നിങ്ങൾ തോളത്ത് കയറ്റിയില്ലേ? ചെറിയ റൂഡായിട്ട് അവൻ ചോദിക്കുന്നത്. ഗുരുവിനോടുള്ള ആ ബഹുമാനമൊക്കെ ഇവൻ്റെ അങ്ങ് പോയി ഈ ഒരു ശബ്ദം തെറ്റിച്ചപ്പോഴത്തേനും. അപ്പം ശിഷ്യനോട് ഗുരു ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശിഷ്യ, ഞാൻ അവരെ അവിടെ തന്നെ ഇറക്കി വിട്ടു, നീ ഇപ്പോഴും അവരെ തോളത്ത് കയറ്റിക്കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായോ? ഇത് പറയാനുള്ള കാരണം മനസ്സിലല്ലേ നിനക്ക്? അപ്പം നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. നടന്നാൽ നമ്മളത് പിന്നെ അതിനെ വലുതാക്കി നമ്മുടെ ജീവിതത്തിലൂടെ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോഴോ ഒക്കെ ഒരാളെ ചിരിച്ച് കാണിക്കുകയോ ഒരു ഹെൽപ്പ് ചെയ്യുകയോ ഹായ് പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഉടനെ തന്നെ മോന്തയും വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കരുത്. എന്നിട്ട് വീട്ടിലും വന്നിട്ട് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കരുത്. അതാണ് ഈ കഥയുടെ സാരം. വിട്ടുകളയണം. പുറത്തു പോകുമ്പോ ഈ ചിരിച്ചു കാണിക്കുന്നതും ഹായ് പറയുന്നതും സഹായം ചെയ്യുന്നതും പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂല്ലോ. ആണുങ്ങളെ കാണുമ്പോ ഈ ഹായ് പറയുന്നതും അല്ലെങ്കിൽ സഹായം ചെയ്യുന്നതും നീ കണ്ടിട്ടില്ലല്ലോ. അവരും ഏതെങ്കിലും പെണ്ണുങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കത്തില്ല. ഗുരുവിനെ എടുത്തോണ്ട് ഓടിക്കോ, പുതിയ അടവുമായിട്ട് വന്നേക്ക. കോഴിത്തരത്തിന്റെ ഓരോതര അവസ്ഥാന്തരങ്ങള്.